നമ്മൾ കർത്താവിൻ്റെ കൽപ്പന എന്നുള്ള വിഷയമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പ്രാരംഭമായിട്ട് അല്പമായി ചിന്തിച്ചത് കർത്താവ് പറഞ്ഞ കാര്യമാണ്, കുല ചെയ്യരുത്. മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഡു നോട്ട് മർഡർ, നിങ്ങൾ കുല ചെയ്യരുത് എന്ന് കർത്താവ് കമാൻഡിങ് ആയിട്ടാണ് ഇത് പറയുന്നത്. അത് ഫസ്റ്റ് മെൻഷനായിട്ട് ആദ്യം അത് മെൻഷൻ ചെയ്തിരിക്കുന്നത് നമ്മൾ കണ്ടത് പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിലാണ് ഇത് ആദ്യമായിട്ട് നമ്മൾ കാണുന്നത്, കുല ചെയ്യരുത് എന്നുള്ളത്. അതിനുശേഷം നമ്മുടെ കർത്താവും ഇത് തന്നെയാണ് ഗിരിപ്രഭാഷണമുള്ള ബന്ധത്തിൽ മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിൽ 21 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ, 6-ാം അധ്യായം 14 മുതൽ 16 വാക്യങ്ങളിലും നമ്മൾ ഈ കാര്യം ചിന്തിക്കുകയുണ്ടായി. കർത്താവ് പറഞ്ഞതും കുല ചെയ്യരുത്. കർത്താവ് ഇത് പറയുവാനുള്ള കാരണം എന്തായിരുന്നു എന്ന് നമ്മൾ അവിടെ ചിന്തിക്കാൻ വേണ്ടി ചിന്തിച്ചിരുന്നു. എന്നാൽ സമയം അല്പം പോയതുകൊണ്ട് നമ്മൾ ആ ഭാഗം ചിന്തിച്ചില്ല. എന്തുകൊണ്ടാണ് കർത്താവ് ഇത് പറയുവാനുള്ള കാരണം എന്നുള്ളത് നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ വീണ്ടും തിരിക്കാം. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം അതിന് 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ് നമുക്ക് പ്രാരംഭമായിട്ട് വായിച്ചതിന് ശേഷം മുൻപോട്ട് കടന്നു പോകാം. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം അതിന് 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. എന്നാറെ കായീൻ തന്റെ അനുജനായ ഹാബേലിനോട് നാം വയലിലേക്ക് പോകുക എന്ന് പറഞ്ഞു. അവർ വയലിൽ ഇരിക്കുമ്പോൾ കായീൻ തന്റെ അനുജനായ ഹാബേലിനോട് കയർത്തു, അവനെ കൊന്നു. പിന്നെ യഹോവ കായീനോട്, നിന്റെ അനുജനായ ഹാബേൽ എവിടെ എന്ന് ചോദിച്ചതിന് അവൻ, ഞാൻ അറിയുന്നില്ല, ഞാൻ എൻ്റെ അനുജന്റെ കാവൽക്കാരനോ എന്ന് അവൻ പറഞ്ഞു. അതിന് അവൻ അരുളി ചെയ്തത്, നീ എന്ത് ചെയ്തു? നിന്റെ അനുജന്റെ രക്തത്തിന്റെ ശബ്ദം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവിടെ നമ്മൾ വായിച്ചത് കായീൻ തന്റെ അനുജനായ ഹാബേലിനോട് നാം വയലിലേക്ക് പോവുക. ഇത് പറയാനുള്ള കാരണം നമുക്കതിന്റെ ചരിത്ര പശ്ചാത്തലം അല്പമായിട്ട് നമ്മൾ ചിന്തിച്ചു. അവർ രണ്ടുപേരും യാഗം കഴിച്ച് യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ല എന്ന് നമ്മളെ കണ്ടു. അതിനുശേഷം ആണ് ഈ സംഭവം നടക്കുന്നത്. അന്നത്തെ കാലത്ത് ഇവർ രണ്ടുപേരും യാഗം കഴിച്ച സമയത്ത് ഇത് ദൈവം പ്രസാദിച്ചത് എങ്ങനെയാണ് എന്നുള്ളത് എന്തെങ്കിലും ഒരു തെളിവ് നമുക്ക് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും രേഖ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? കായീന്റെ യാഗം ദൈവം നിരസിച്ചെന്ന് പറയുന്നു, അപ്പോൾ ഹാബേലിന്റെ യാഗം ദൈവം പ്രസാദിച്ചെന്ന് പറയുന്നു. ഇത് പ്രസാദിക്കുവാനുള്ള എന്തെങ്കിലും ഒരു ഐഡന്റിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത നമുക്ക് കാണാൻ പറ്റുമോ? എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് ആവർത്തന പുസ്തകം 26-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് പ്രാരംഭമായിട്ട് ഒന്ന് വായിച്ചു നോക്കാം. ഉൽപ്പത്തി പുസ്തകം ആവർത്തന പുസ്തകം 26-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ആവർത്തന പുസ്തകം 26-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാൻ പറ്റുമോ? നിന്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി തരുന്ന ദേശത്ത് നീ ചെന്ന് അത് കൈവശമാക്കി അവിടെ പാർക്കുമ്പോൾ, നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിന്റെ നിലത്തിൽ നിന്ന് ഉണ്ടാകുന്നതായി നിലത്തിലെ എല്ലാ വക കൃഷിയുടെയും ആദ്യ ഫലം കുറേശ്ശെ എടുത്ത് ഒരു കൊട്ടയിൽ വെച്ചുകൊണ്ട് നിന്റെ ദൈവമായ യഹോവ തൻ്റെ നാമം സ്ഥാപിപ്പാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തേക്ക് പോകണം. അന്നുള്ള പുരോഹിതന്റെ അടുക്കൽ നീ ചെന്ന് അവനോട്, നമുക്ക് തരുമെന്ന് യഹോവ നമ്മുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്ത് ഞാൻ വന്നിരിക്കുന്നു എന്ന് നിന്റെ ദൈവമായ യഹോവയോട് ഞാൻ ഇന്ന് ഏറ്റുപറയുന്നു എന്ന് പറയണം. പുരോഹിതൻ ആ കൊട്ട നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി നിന്റെ ദൈവമായ യഹോവയുടെ യാഗപീഠത്തിൻ്റെ മുമ്പിൽ വെക്കണം. പിന്നെ നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നീ പ്രസ്താവിക്കേണ്ടത് എന്തെന്നാൽ, എൻ്റെ പിതാവ് ദേശാന്തരിയായ ഒരു അരാമ്യനായിരുന്നു. ചുരുക്കം പേരോടുകൂടി അവൻ ഇസ്രായേലിലേക്ക് ഇറങ്ങിച്ചെന്നു പരദേശിയായി പാർത്തു. അവിടെ വലിപ്പവും ബലവും പെരുപ്പവുമുള്ള ജനമായി തീർന്നു. എന്നാൽ ഇസ്രായേൽ ഞങ്ങളോട് തിന്മ ചെയ്ത് ഞങ്ങളെ പീഡിപ്പിച്ച് ഞങ്ങളെ കൊണ്ട് കഠിന വേല ചെയ്യിച്ചു. അപ്പോൾ ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയോട് നിലവിളിച്ചു. യഹോവ ഞങ്ങളുടെ നിലവിളി കേട്ടു. ഞങ്ങളുടെ കഷ്ടതയും പ്രയാസവും ഞെരുക്കവും കണ്ടു. യഹോവ ബലമുള്ള കൈയാലും നീട്ടിയ ഭുജത്താലും മഹാഭയങ്കര പ്രവൃത്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും കൂടെ ഞങ്ങളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചു.
ഞങ്ങളെ അതൊക്കെ നിങ്ങൾ വീട്ടിൽ ചെന്ന് ഈ വാക്യങ്ങൾ വായിക്കണം. അതുപോലെ തന്നെ ലേവ്യ പുസ്തകം 2-ാം അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ കായി കൊണ്ടുവന്നതുപോലെ തന്നെ ദേശത്തിൽ നിങ്ങൾ കൃഷി ചെയ്ത് കൃഷിയുടെ ആദ്യ ഫലങ്ങൾ ദൈവത്തിൽ കൊണ്ടുവരാൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഏതൻ തോട്ടത്തിൽ കായിൽ കൊണ്ടുവന്ന ആ യാഗം അത് പിന്നീട് ദൈവം എന്താ നിയമമായിട്ട് പറയുകയാണ്. അപ്പോൾ നമുക്ക് ന്യായമായിട്ട് അവിടെ ചിന്തിക്കാൻ കഴിയുന്നത് കായിൽ കൊണ്ടുവന്ന് അത് തെറ്റായി പോയോ എന്ന് നമുക്കൊരു സംശയം നമുക്ക് മനസ്സിൽ പെട്ടെന്ന് ഉദിക്കാറുണ്ട്. എന്നാൽ നമ്മൾ ആ കഴിഞ്ഞ ആഴ്ചയിൽ അത് അല്പമായിട്ട് ചിന്തിച്ചത് കായിലും അവന്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചില്ല എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മുടെ സഹോദരന്മാരിൽ ഒരാളത് പറഞ്ഞു. കായിനിലും എന്ന് പറഞ്ഞാൽ കായിന്റെ ആറ്റിറ്റ്യൂഡ്, കായിന്റെ ആ മനോഭാവം ആര് മനസ്സിലാക്കി? ദൈവം മനസ്സിലാക്കി. നാം ദൈവസന്നിധിയിൽ ആരാധനയ്ക്കായിട്ട് കടന്നു വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ നിലവാരമാണ് ദൈവം മനസ്സിലാക്കുന്നത്. അപ്പൊ കായിന്റെ ആ ആറ്റിറ്റ്യൂഡ്, അല്ലാതെ കായിനെ കൊടുത്ത് യാഗം അതിലല്ല ദൈവം പ്രസാദിക്കാതിരുന്നത്. അവന്റെ മനോഭാവം, അവന്റെ ദൈവത്തോടുള്ള അവന്റെ ആറ്റിറ്റ്യൂഡ്, അവന്റെ മനോഭാവം എന്ന് പറയുന്നത് നമ്മള് എബ്രായ ലേഖനം 11-ാം അധ്യായം അതിന് 4-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താ വായിച്ചത്? നമ്മുടെ ഹാബേൽ കായിന്റെതിലും വിശ്വാസത്താൽ, അവിടെ വാക്യം വിശ്വാസത്താൽ ഹാബേൽ കായിന്റെതിലും ഉത്തമമായി യാഗം കഴിച്ചു. അവിടെ നമ്മൾ കഴിഞ്ഞ കണ്ടു. അപ്പൊ ഹാബേലിന്റെ യാഗത്തിൽ ഒരു പ്രത്യേകത ഉള്ളത് വിശ്വാസമാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ച അല്പമായിട്ട് പറഞ്ഞു. വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വാസം എന്നത് നമ്മള് അവരുടെ പൂർവ്വപിതാവായി അല്ലെങ്കിൽ അവരുടെ പിതാവായിരിക്കുന്ന ആദമും ഹവ്വയും അവർക്കുണ്ടായ അനുഭവം ഈ മക്കളോട് പറഞ്ഞതാണ്, അവരോട് പറഞ്ഞതാണ്. പക്ഷേ അത് ഒരാൾ അനുസരിച്ചു, ഒരാൾ അനുസരിച്ചില്ല. അത് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. 1 ശമൂവേലിന്റെ പുസ്തകം വായിച്ചു. 1 ശമൂവേൽ നമ്മൾ മനപ്പാടം അറിയാത്തൊരു വാക്യമാണ്. 1 ശമൂവേൽ 15-ാം അധ്യായം അതിന് 22-ാം വാക്യത്തിൽ അവിടെ എന്താ വായിക്കുന്നത്? അനുസരിക്കുന്ന യാഗത്തെക്കാൾ ശ്രദ്ധിക്കുന്നത് മുട്ടാളുടെ ഭേദത്തിനേക്കാളും നല്ലത്. കണ്ടോ? അപ്പൊ യാഗം കഴിക്കുക എന്ന് പറയുന്നതല്ല ഇവിടുത്തെ ഇമ്പോർട്ടൻസ്. മനുഷ്യന്റെ ഉള്ളിലെ ആറ്റിറ്റ്യൂഡാണ്, അനുസരണം. ആ ഏതൻ തോട്ടത്തിൽ അതാണ് ആദമിനോയ്ക്ക് സംഭവിച്ചത്. അവർക്ക് അനുസരണമില്ലായിരുന്നു. ദൈവം പറഞ്ഞ കാര്യം, നീ ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം അവർ ചെയ്തു. അപ്പൊ അനുസരണക്കേടാണ് ദൈവം മുൻപാകെ ഏറ്റവും വലിയ പാവം. ഇവിടെ യോഗം തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. സഹോദരിമാരോട് മുൻപോട്ട് കയറിയിരിക്കാൻ എല്ലാവരും എഴുന്നേറ്റ് വന്ന് അപ്പൊ എനിക്ക് ഭയങ്കര സാധാരണ ഇവിടുന്ന് കാണാത്തൊരു കാര്യമാണ്. എനിക്ക് ഭയങ്കര സന്തോഷം. ആ ഒബീഡിയൻസ് എന്ന് പറയുന്നത് എത്രയോ വലിയ കാര്യമാണ്. അപ്പം കായിന്റെ യാഗത്തിൽ ദൈവം പ്രസാദിക്കാത്തതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് അവൻ തന്റെ മാതാപിതാക്കൾ പറഞ്ഞ കാര്യം അവനനുസരിച്ചില്ല എന്നുള്ളതാണ്. അത് ഏറ്റവും വലിയ അവന്റെ മനോഭാവം. അവന്റെ അതൊക്കെ ചിന്തിക്കാൻ പറ്റും. അതിൽ പറഞ്ഞത് അവന്റെ മാതാപിതാക്കൾ പറഞ്ഞു കൊടുത്തിരുന്നു. അവർ കഴിഞ്ഞ ചിന്തിച്ച കാര്യമാണ്. ഏതൻ തോട്ടത്തിൽ അവർ ദൈവത്തോട് കൂടെ വസിച്ചപ്പോ അവർ തെറ്റ് ചെയ്ത സമയത്ത്, അല്ല പാപം ചെയ്ത സമയത്ത് അവർക്ക് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ സംസാരിച്ച വിഷയമാണ്. അതുകൊണ്ട് പിന്നെ മുന്നോട്ട് എല്ലാത്തിനോടാണ് ചോദിക്കുന്നത്. എനിവേ അതിലേക്ക് പിന്നെ പോകേണ്ട കാര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അവർക്ക് വേണ്ടി ഒരു കുഞ്ഞാട് അവിടെ അർക്കപ്പെട്ടുണ്ടായിരിക്കണം, അവർ യാഗം നടന്നിട്ടുണ്ടായിരിക്കണം. ആ യാഗം നടന്നതിന്റെ ഫലമായിട്ടാണ് അവരെ തോലുകൊണ്ട് വസ്ത്രം ഉടുപ്പിച്ചു എന്ന് വായിക്കുന്നത്. ഈ കാര്യങ്ങൾ അത് നമ്മുടെ ജയ്സൺ ബ്രദർ ഒരു ചോദ്യം ചോദിച്ചായിരുന്നു. യാഗം എവിടെ വെച്ചാണ് നടന്നതെന്നും ചോദിക്കുകയുണ്ടായി. അതിനും നമ്മൾ വെളിയിൽ ഇറങ്ങി കഴിഞ്ഞപ്പോഴും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അത് ഏതൊരു തോട്ടത്തിൽ വെച്ചായിരിക്കണം ആ യാഗം നടന്നത്. ആദമിനും അവയ്ക്കും തോലുകൊണ്ട് വസ്ത്രം കൊടുത്ത് ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ അത് ഏതൊരു തോട്ടത്തിൽ വെച്ച് തന്നെയാണ് നടന്നത്. അതിനുശേഷം അവരെ വെളിയിൽ വന്നതിന് ശേഷമുള്ള സംഭവമാണ് നമ്മൾ ഈ വായിക്കുന്നത്. അപ്പൊ ആ ഏതൊത്തോട്ടത്തിൽ നടന്ന കാര്യം മക്കൾ രണ്ടുപേരോട് അത് പറഞ്ഞു കൊടുത്തിരുന്നു അന്ന് മുതൽ. അല്ലെങ്കിൽ ഈ യാഗത്തെ കുറിച്ചൊക്കെ നോഹ യാഗം കഴിച്ചു, അബ്രഹാം യാഗം കഴിക്കുന്നു. ഇതൊക്കെ എവിടെ കിട്ടിയ ഐഡിയ ആണ് അവർക്ക്? അന്നത്തെ കാര്യം എന്ന് പറയുന്നത് അത് പറഞ്ഞതാ. അതിനൊരു വാക്ക് പറയുന്നല്ലോ, വാമൊഴി അല്ലേ, ഓറൽ ട്രഡീഷൻസ് എന്ന് പറയും. അതായത് ദൈവം സംസാരിച്ച കാര്യം അല്ലെങ്കിൽ ദൈവം അറിയിച്ചത് കാര്യം അവര് മറ്റാൾക്കാരോട് ഇങ്ങനെ ട്രഡീഷണലായിട്ട് വാമൊഴിയായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു. ആ വാമൊഴിയാണ് അതെല്ലാം അന്നത്തെ കാലത്തൊക്കെ അങ്ങനെയായിരുന്നു. ഈ വേദോത്സവം ഉണ്ടാകുന്നതിന് മുമ്പേ അങ്ങനെ വാമൊഴിയായിരുന്നു. അപ്പോൾ നമുക്കറിയാലോ, ഇയ്യോബിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഞാൻ അവനെ കുറിച്ച് ഒരു കേട്ട് കേഴുകയേ ഉള്ളൂ എന്നാണ് പറയുന്നത്. കേട്ട് കഴിയും. അപ്പൊ എവിടുത്തെ കേൾക്കണം? അപ്പൊ ഇതുപോലെ ട്രഡീഷണലായിട്ട് അവർ സംസാരിച്ചിരിക്കണം. അല്ലെങ്കിൽ ദൈവം പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരുന്നു.
അപ്പൊ ആ നിലയില് ഈ മക്കളോട് രണ്ടുപേരോടും ഈ മാതാപിതാക്കൾ ഇത് പറഞ്ഞിരുന്നു. ആ പറഞ്ഞ കാര്യം ഒരാൾ വിശ്വസിച്ചു, ഒരാൾ അനുസരിച്ചു, ഒരാൾ അനുസരിച്ചില്ല. അപ്പൊ അനുസരണക്കേടാണ് അവിടെ സംഭവിച്ചത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച അല്പമായിട്ട് അത് ചിന്തിക്കവിടെ. അപ്പം ഇവിടെ യാഗം കഴിച്ചു. അപ്പം ദൈവം പ്രസാദിക്കണമായിരുന്നെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കിയാൽ നമ്മളെ രണ്ട് യാഗങ്ങളൊക്കെ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഒന്ന് ഏലിയാവിന്റെ യാഗത്തില് നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവം സ്വർഗത്തിൽ തീ ഇറങ്ങി. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം അതിന്റെ 38-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം അതിന്റെ 38-ാം വാക്യം. ലേവ്യ പുസ്തകം 9-ാം അധ്യായം 24-ാം വാക്യം. ലേവ്യ പുസ്തകം 9-ന്റെ 24-ാമത്തെ വാക്യം. ലേവ്യ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 24. അവിടെ നോക്കി എന്താ അവിടെ നമ്മൾ വായിക്കുന്നത്? ലേവ്യ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, യഹോവയുടെ സന്നിധിയിൽ നിന്ന് തീ പുറപ്പെട്ട് യാഗപീഠത്തിന്മേലുള്ള ഹോമയാഗവും മേധസ്സും ദഹിപ്പിച്ചു. ജനമെല്ലാം അത് കണ്ടപ്പോൾ ആർത്ത് സാഷ്ടാംഗം വീണു. നോക്കാം, ഇവിടെ ആരാധനയുടെ ഒരു ചിത്രം കൂടെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കിയാൽ, അവിടെ ഈ യാഗം കഴിച്ചപ്പോൾ അവിടെ സംഭവിച്ചത് യഹോവയുടെ സന്നിധിയിൽ നിന്ന് തീ ഇറങ്ങി യാഗപീഠത്തിന്മേലുള്ള ഹോമയാഗവും മേധസ്സും ദഹിപ്പിച്ചു. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ അതന്നെ വായിക്കുന്നത്. 1 രാജാക്കന്മാർ 18-ാം അധ്യായത്തിൽ ഏലിയാവിന്റെ യാഗത്തിലും അവിടെ തീ ഇറങ്ങി യാഗപീഠത്തിലുള്ള ആ യാഗവസ്തുവിനെ ദഹിപ്പിക്കുന്നു, വിറക് കത്തി നശിക്കുന്നു, അവിടെ മണ്ണ് വെള്ളം ഇതെല്ലാം മരിക്കുന്നു. അപ്പൊ അതിൽ നിന്ന് ദൈവം പ്രസാദിക്കുന്നത് അങ്ങനെയായിരുന്നാണ് നമ്മൾ വായിക്കുന്നത്. ഈ കായിന്റെ ഹാബേലിന്റെ യാഗത്തില് അങ്ങനെ തീ ഇറങ്ങിയതായിട്ട് നമ്മളവിടെ വായിക്കുന്നില്ല. അത് രേഖപ്പെടുത്താത്തതിന്റെ കാരണം എന്ന് ചോദിച്ചാൽ, ഈ ഞാൻ ആദ്യം ഒരിക്കൽ പറഞ്ഞാണെന്ന് എനിക്ക് തോന്നുന്നു, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം മുതല് 11-ാം അധ്യായം വരെ പറഞ്ഞിരിക്കുന്ന ഷോർട്ടായിട്ട് ഇങ്ങനെ ഇൻട്രഡക്ഷനായിട്ട് പറഞ്ഞു പോകുന്നതാണ്. അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് ഈ വേദപുസ്തകം എടുത്തുകൊണ്ട് നടക്കാൻ പറ്റത്തില്ല. അത്ര വലിയൊരു പുസ്തകമായതിനാണ് ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് പഠിക്കിട്ട് കാണും. വേദപുസ്തകത്തിന്റെ ഇൻട്രഡക്ഷൻ ആണ് 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ. അവിടെ വളരെ ബ്രീഫായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. എന്നാൽ 12-ാം അധ്യായം വരെ നിങ്ങൾ വേദപുസ്തകം വായിച്ചു നോക്കിയേ, നമുക്ക് കാര്യങ്ങൾ വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും, അതിന്റെ രീതികളൊക്കെ മനസ്സിലാവും. എന്നാൽ 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ ഷോർട്ടായിട്ടാണ്. ഞാൻ കഴിഞ്ഞ ദിവസം അത് പ്രാരംഭത്തിൽ ഇവിടെ പറഞ്ഞതാണ്. കിഴക്ക് ഏതെങ്കിലും ഒരു തോട്ടം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു, ഉദാഹരണം. അപ്പോ സിമ്പിളായിട്ട് നമുക്ക് എന്തിന്റെ കിഴക്കാണ്, എവിടുത്തെ കിഴക്കാണ് എന്നൊക്കെ ചോദ്യം വരും. പക്ഷെ ആ എഴുതിയ ആള് എവിടെ നിന്ന് എഴുതുന്നോ ആ ആള് നിൽക്കുന്നതിന്റെ കിഴക്ക്, അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞതുപോലെ ഈ ഉൽപ്പത്തി പുസ്തകം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ അധ്യായങ്ങൾ പഠിക്കുമ്പോൾ അതിന്റെ ബ്രീഫായിട്ട് മാത്രമേ അത് പറയുന്നുള്ളൂ. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തിക്കുന്ന വചനം മറ്റു വാക്യങ്ങൾ കൊണ്ടാണ് നമ്മളത് പ്രൂഫ് ചെയ്യാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇവിടെ ശരിയായ നിലയിൽ ഹാബേലിന്റെ യാഗത്തിൽ ദൈവത്തിന് തീ ഇറങ്ങി അതിനെ ദഹിപ്പിച്ച് കാണണം. അപ്പോൾ ഇത് കണ്ടിട്ടാണ് കായൻ എന്തുണ്ടായത്? കോപം ഉണ്ടാകുവാനുള്ള കാരണം. അപ്പൊ കോപം ഒരു ദിവസം കൊണ്ട് ഉണ്ടായതായിരിക്കുമോ? ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടായിരിക്കും. ഇവന്റെ ഉള്ളിൽ ഈ കോപം പക വന്നിട്ട് ഇതിങ്ങനെ വർദ്ധിച്ച് അതിന്റെ ക്ലൈമാക്സിൽ എത്തുന്നത് എപ്പോഴായിരുന്നു? അവനെ കൊന്നപ്പോഴാണ്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത്, പാപം എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് അല്ല ഉണ്ടാകുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളായിരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത്. പാപം എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് ഉണ്ടാകുന്നതല്ല. ഇത് നമ്മുടെ മനസ്സിൽ, നമ്മുടെ മൈൻഡിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ അടുത്തതിന് എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇതിനെ നോക്കുന്നത്. ആദ്യം നമ്മുടെ മനസ്സിലെ ഐഡിയ വന്നു കഴിയുമ്പോൾ നമ്മൾ പിന്നെ ചിന്തിക്കുന്നത് എന്താണ്? അതിന്റെ അവസരമാണ് പിന്നെ നമ്മൾ നോക്കുന്നത്. അതുകൊണ്ടല്ല നമ്മൾ ബൈബിളിൽ വാക്യം വായിക്കുന്നുണ്ട്. യാക്കോബാണ് തോന്നുന്നു, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. അതാണ് നമ്മുടെ ഇപ്പോൾ ചിന്തിക്കുന്നത്. മോഹം ഗർഭം ധരിച്ച് എന്ത് ചെയ്യുന്നു? പാപത്തെ പ്രസവിക്കുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ആറ്റിറ്റ്യൂഡിലേക്ക്, നമ്മുടെ പ്രവർത്തനത്തിലേക്ക് വരുമ്പോഴാണ് അത് പാവമായി തീരുന്നത്. അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ മനസ്സിലൊക്കെ എന്തെല്ലാം ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരാറുണ്ട്. ഇതിന്റെ ഒരു എക്സ്റേ എടുത്ത് നോക്കിയാൽ, അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഫോട്ടോ എടുത്ത് നോക്കിയാൽ ഏതെങ്കിലും മനുഷ്യനെ കാണിക്കാൻ പറ്റുമോ? കാണിക്കാൻ പറ്റും. എന്തെല്ലാം ദുഷ്ടചിന്തകളെ പിന്നീട് നമ്മൾ വരുന്ന മനുഷ്യന്റെ ഹൃദയത്തിലേക്ക്. അപ്പോ നമ്മുടെ ഈ കായിന്റെ മനസ്സിൽ ആരാധനയിൽ നിന്ന്
അത് പ്രസാദിക്കാത്തതുകൊണ്ട് അവന്റെ മനസ്സിൽ ആ പക കുടികൊണ്ടു. എന്നിട്ട് അവൻ അവസരം നോക്കിയിരിക്കുകയായിരുന്നു. എന്ത് അവസരം വരുമ്പോൾ അവനെ കൊല്ലുക എന്ന് പറഞ്ഞു. കണ്ടോ? ഇന്നലെ പ്രിയ സഹോദരി സഹോദരന്മാർ, നിങ്ങൾ ഞാൻ പറയാൻ തന്നെ അറിയാം, ലോകത്തിൽ നടക്കുന്ന കൊലയുടെ 80% എന്തുകൊണ്ടായിരിക്കാം? പകയാണ്. പക കൊണ്ടുണ്ടാകുന്നതാണ്, കോപം കൊണ്ടുണ്ടാകുന്നതാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഒരു വാക്യം പറയുന്നുണ്ടല്ലോ, കോപിച്ചാൽ പാപം ചെയ്യാതിരിക്കാൻ സൂക്ഷിപ്പിക്കും. നമുക്കൊക്കെ കോപം വരാം, നമുക്കൊക്കെ ദേഷ്യം വരാം. എന്നാൽ അത് മനസ്സിലിട്ടുകൊണ്ട് അതിനെ പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി തിരിഞ്ഞാൽ അതാണ് പാപം. അതുകൊണ്ട് ദൈവം കായീനോട് പറഞ്ഞു, കായീനെ, പാപം നിന്റെ വാതിൽക്കൽ കിടക്കുകയാണ്, നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നുകിൽ ആ വാതിലിന്റെ ഡോറ് നിനക്ക് അടയ്ക്കാമായിരുന്നു. നമ്മുടെ ഹൃദയത്തിന്റെ മറ്റേ ഈ ചിന്ത വരുമ്പോൾ ആ ഹൃദയത്തിന്റെ ആ വാതിൽ നമുക്ക് അടയ്ക്കാമായിരുന്നു. പക്ഷെ അതിന് പകരം അവൻ എന്താ ചെയ്തത്? അവനതിനെ താലോലിച്ച് മകനോട്, അഞ്ചനോട് പറഞ്ഞ നമുക്ക് വയലിലേക്ക് പോകാം എന്ന് പറഞ്ഞ് അവനെ കൊന്നുകളി. യെശയ്യാ പ്രവചനം 1-ാം അധ്യായം അതിന്റെ 11 മുതൽ 13 വരെയുള്ള വാക്യം വായിക്കാമോ? നമുക്ക് അടുത്ത കാണാൻ കഴിയുന്നുണ്ട്. നമുക്ക് യെശയ്യാ പ്രവചനം 1-ാം അധ്യായം അതിന്റെ 11 മുതൽ 13 വരെയുള്ള വാക്യം. നിങ്ങളുടെ അനന്യാഗങ്ങളുടെ ബാഹുല്യം എനിക്ക് എന്തിന് എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. കുട്ടാടുകളെ കൊണ്ടുള്ള ഹോമയാഗവും തടിപ്പിച്ച മൃഗങ്ങളുടെ മേധസ്സും കൊണ്ട് എനിക്ക് മതി വന്നിരിക്കുന്നു. കാളകളുടെയും കുഞ്ഞാടുകളുടെയും കോലാട്ടുകൊറ്റന്മാരുടെയും രക്തം എനിക്ക് ഇഷ്ടമല്ല. നിങ്ങൾ എൻ്റെ സന്നിധിയിൽ വരുമ്പോൾ എൻ്റെ പ്രാകാരങ്ങളെ ചവിട്ടുവാൻ നിങ്ങളോട് ചോദിച്ചതാ. ഇനി നിങ്ങൾ വ്യർത്ഥമായുള്ള കാഴ്ച കൊണ്ടുവരരുത്. ധൂപം എനിക്ക് വെറുപ്പാകുന്നു. അമാവാസിയും ശബത്തും സഭായോഗം കൂടുന്നതും നീതികേട് ഉത്സവയോഗം എനിക്ക് സഹിച്ചുകൂടാ. നിങ്ങളുടെ അമാവാസികളെയും ഉത്സവങ്ങളെയും ഞാൻ വെറുക്കുന്നു. അവ എനിക്ക് അസഹ്യം. ഞാൻ അവ സഹിച്ച് മുഷിഞ്ഞിരിക്കുന്നു. യഹോവയായ ദൈവം ഇസ്രായേൽ ജനത്തോട് പറഞ്ഞ വാക്കാണ്, തന്റെ ജനത്തോട് പറയുന്ന വാക്കാണ്. നിങ്ങൾ ഈ യാഗമായിട്ട് കൊണ്ടുവരുന്നതൊക്കെ എനിക്ക് പ്രസാദിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? എന്താ അതിന്റെ അർത്ഥം? ഇവർ കുറെ കാര്യങ്ങൾക്ക് ചെയ്തു കൂട്ടുന്നുണ്ട്, പക്ഷെ ഹൃദയം ദൈവസന്നിധിയിൽ നിന്ന് വളരെ അകലപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ വേറെ വാക്യം പറഞ്ഞല്ലോ, നാവ് കൊണ്ട് എന്നെ ബഹുമാനിക്കുകയും ഹൃദയം കൊണ്ട് അകന്നിരിക്കുകയും ചെയ്യുന്ന മനോഭാവം. അപ്പൊ ആരാധനയ്ക്കായി ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്ന ഈ കായിനെ സംബന്ധിച്ചോളം അവന് ഇത് ഓവർകം ചെയ്യാനുള്ള സമയം ദൈവം കൊടുത്തിരുന്നു. പക്ഷെ അവനത് ചെയ്യാതെ അവന്റെ ഉള്ളിൽ ആ പക ഉണ്ടായിട്ട് ആ പക അത് ആക്ഷനായിട്ട് പ്രവർത്തിച്ചു. അതുകൊണ്ടാണ് ദൈവം പറയുന്നത് കുല ചെയ്യരുത്. അപ്പം പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ ദൈവസ്ഥലിൽ നമ്മൾ യാഗത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. എന്തൊക്കെ യാഗങ്ങളാണ് നമ്മൾ അർപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ ആരാധന എന്ന് പറയുന്നത് നമുക്കൊരു മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ടല്ലോ. നമ്മൾ ദൈവത്തിലേക്ക് നമുക്ക് പുതിയ നിയമ വിശ്വാസത്തിൽ നമ്മുടെ ആത്മീയത്തിലോടും ബന്ധപ്പെട്ട ചില കാര്യങ്ങളുണ്ടല്ലോ. നമ്മുടെ പഴയ നിയമത്തിലെ ആരാധനകളിൽ ഏറ്റവും നല്ലൊരു ചിത്രം കാണുന്ന ഒരു ചിത്രമുണ്ടല്ലോ. അത് ആരുടെയാണെന്നറിയാമോ? അറിയാം. അബ്രഹാം യാഗം കഴിക്കാൻ പോകുന്ന ഒരു കാര്യമുണ്ട്. ആ യാഗം കഴിക്കാൻ പോകുമ്പോൾ അബ്രഹാം ദാസന്മാരോട് പറയുന്നൊരു വാക്കാണ് എന്നെ വളരെയധികം ചിന്തിപ്പിച്ചത്. എന്താ ദാസനോട് അവർ പറഞ്ഞ വാക്ക്? എന്താ പറഞ്ഞത്? നിങ്ങൾ ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞു. അത് എന്തിനാ അങ്ങനെ പറയാനുള്ള കാരണം? അത് പറയാനുള്ള കാരണം എന്തായിരിക്കണം? മകനെ യാഗം കഴിക്കാൻ കൊണ്ടുപോവാണ്. പക്ഷേ ഈ യാഗം കഴിക്കുന്ന കൂട്ടത്തില് അപ്പൻ കയറി മകനെ കൊല്ലാൻ പറഞ്ഞപ്പം എത്ര അതിൽ ഇവർ വന്ന് കഴിക്കാൻ കയറി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോ ആരാധന ശരിക്കും എന്ന് പറഞ്ഞത് ഒരു വേർപെട്ട ഒരു അനുഭവം. ആരാധന ശരിക്കും മനസ്സിലാകുന്നത് അബ്രഹാം ബാല്യക്കാരോട്, നിങ്ങൾ ഇവിടെ ഇരിക്കും, ഞാനും മകനും അവിടത്തോളം ചെന്ന് യാഗം കഴിച്ചിട്ട് മടങ്ങി വരാം എന്ന് പറയുമ്പോൾ ആരാധനയിൽ ശരിക്കും ഒരു വേർപാട് ഉണ്ടായിരിക്കണം. എന്തൊക്കെയായിരിക്കണം വേർപാടുള്ളത്? എന്തൊക്കെയായിരിക്കണം വേർപാടുള്ളത്? നമ്മുടെ ദൈവസ്ഥലിൽ വരുമ്പോൾ നമ്മുടെ ഹൃദയം എത്രമാത്രം നമുക്ക് ദൈവത്തിൽ ഏകീകൃതപ്പെടുത്താൻ പറ്റുന്നുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ എന്തെല്ലാം ദാസന്മാരുമായിട്ടാണ് നമ്മൾ ദൈവസ്ഥലിൽ വരുന്നത്. ഒന്ന് മനസ്സുകൊണ്ട് നമ്മൾ തന്നെ നമ്മളെ തന്നെ ഒന്ന് ചോദ്യം ചെയ്താൽ നമ്മൾ ദൈവസ്ഥലിൽ ആരാധനയ്ക്കായിട്ട് കടന്നു വരുമ്പോൾ, യാഗം കഴിക്കാനായിട്ട് കടന്നു വരുമ്പോൾ അബ്രഹാം ബാല്യക്കാരോട് പറഞ്ഞ വാക്ക്, നിങ്ങൾ ഇവിടെ നിൽക്കുകയും ഞാനും മകനും പോയി യാഗം കഴിച്ച് മടങ്ങി വരാം എന്ന് പറയുമ്പോൾ ആ ബാല്യക്കാരെന്തൊക്കെയായിരുന്നു നമ്മുടെ മനസ്സിലെ ആ ചിന്താഗതികൾ? ബാല്യക്കാരായിരിക്കുന്ന ആരാധനയ്ക്ക് തടസ്സമായി നിൽക്കുന്ന എന്തൊക്കെ കാര്യങ്ങളായിരിക്കണം? സഹോദരനോട് പറയുള്ളത്, തമ്മിൽ സ്നേഹമില്ലാത്തത്, നമ്മുടെ ജോലിയെക്കുറിച്ചുള്ള ചിന്താഭാരങ്ങൾ, കുടുംബത്തിലെ പ്രശ്നങ്ങൾ, ഇതെല്ലാം വെച്ചുകൊണ്ടാണ് നമ്മൾ എവിടേക്ക് വരുന്നത്? ദൈവസന്നിധിയിൽ വന്നിരിക്കുന്നത്. നമ്മുടെ മനോഭാവം, നമ്മുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയുണ്ട്?
അബ്രഹാം അവർ പറയാൻ നിങ്ങൾ ഇവിടെ ഇരിക്കെ, ഞാനും മകനും ചെന്ന് യാഗം കഴിച്ച് പറയുക. അതാണ് ശരിയായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പൊ ദൈവത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ വലിയവനായ ദൈവം എന്നെ കാണുന്നുണ്ട്, എൻ്റെ ഹൃദയ നിലവാരം മനസ്സിലാക്കുന്നുണ്ട്. ഈ ചിന്തയോടുകൂടി വേണം ഞാനും നിങ്ങൾ ആരാധനയ്ക്കായിട്ട് ദൈവത്തിൽ കടന്നു വരുവാൻ. ആ കായിനെ സംബന്ധിച്ചോളം കായിന് ദൈവസന്നിധിയിൽ അവന്റെ ഹൃദയത്തിന്റെ ആറ്റിറ്റ്യൂഡ്, ദൈവത്തോടുള്ള അവന്റെ മനോഭാവം വളരെ മോശമായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക അവന്റെ ഉള്ളിൽ വന്നു. നമുക്ക് പുതിയ ദിനത്തിലേക്ക് വീണ്ടും കടന്നു വരുമ്പോൾ വീട്ടിലേക്ക് നമുക്ക് പുതിയ ദിനത്തിലേക്ക് കടന്നു വരാൻ നോക്കാം. നമ്മള് യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് കടന്നു വന്നാൽ നോക്കി, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം, 1 യോഹന്നാൻ 2-ാം അധ്യായം അതിന് 9-ാം വാക്യം നോക്കിയേ. 1 യോഹന്നാൻ 2-ന്റെ 9-ാം വാക്യം, 1 യോഹന്നാൻ 2-ന്റെ 9. അവിടെ എന്താ വായിക്കുന്നു നോക്കിയേ? 1 യോഹന്നാൻ 2-ന്റെ 9. അവിടെ വായിക്കുന്നത് ആ വാക്യത്തിലേക്ക് എത്ര വളരെ ഭയത്തോടെ വായിക്കുന്ന ഒരു വാക്യമാണത്. വെളിച്ചത്തിൽ ഇരിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ പഴിക്കുകയും ചെയ്യുന്നവൻ ഇന്നയോളം എവിടെ ഇരിക്കുന്ന പറഞ്ഞേക്കുന്നത്? ഇരുളിൽ. പ്രിയമുള്ളവരെ, നമ്മള് വെളിച്ചം എന്താണെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ അല്പമായിട്ട് ചിന്തിച്ചു. വെളിച്ചത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. നമ്മൾ വിശ്വാസികളാണ്. നമ്മള് ലോകത്തിന്റെ വെളിച്ചമാണെന്നൊക്കെ നമ്മൾ അവകാശപ്പെടുന്നവരാണ്. പക്ഷെ ഇവിടെ പറയുകയാണ് സഹോദരനെ അറിയിക്കുന്നവൻ. എന്താ സഹോദരൻ വായിക്കാന്ന് പറയുമ്പോൾ? സഹോദരനോട് ക്ഷമിക്കാനോ അവനെ സ്നേഹിക്കുവാനോ അവനെ കരുതുവാനോ കഴിയാത്ത ഏതൊരു ആറ്റിറ്റ്യൂഡാണോ, ആ ആറ്റിറ്റ്യൂഡ് നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് നാം ദൈവത്തെ ആരാധിക്കാൻ വന്നാൽ ആ ആരാധന, ആ യാഗം ദൈവം പ്രസാദിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുന്നതല്ല. അതിന്റെ 1 യോഹന്നാൻ തന്നെ വീട് നോക്കിയേ. 1 യോഹന്നാൻ 3-ാം അധ്യായം അതിന്റെ 10 മുതലുള്ള വാക്യങ്ങൾ. 1 യോഹന്നാൻ 3-ാം അധ്യായം അതിന്റെ 10 മുതലുള്ള വാക്യങ്ങൾ. അവിടെ വായിക്കുന്നത്, ദൈവത്തിന്റെ മക്കൾ ആരെന്നും പിശാചിന്റെ മക്കൾ ആരെന്നും ഇതിനാൽ തെളിയുന്നു. നീതി പ്രവർത്തിക്കാത്തവൻ ആരും സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല. നിങ്ങൾ ആദ്യം മുതൽ കേട്ട ദൂത് നാം അന്യോന്യം സ്നേഹിക്കണം എന്നല്ലോ ആകുന്നു. കായീൻ ദുഷ്ടനെന്നുള്ളവനായി സഹോദരനെ കൊന്നതുപോലെ അല്ല അവനെ കൊല്ലുവാൻ സംഗതി എന്ത്? തന്റെ പ്രവൃത്തി ദോഷവും സഹോദരൻ്റെത് നീതിയുള്ളതും പ്രിയമുള്ളവരെ, നമ്മൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ, അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് നമ്മളോട് പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, നിങ്ങൾ യാഗം കഴിക്കാനായി കടന്നു വരുമ്പോൾ എന്താ ചെയ്യുന്നത്? സഹോദരനോട് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നിയാൽ അത് അവിടെ വെച്ചിട്ട് പോയി നിരപ്പാകാൻ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ സഹോദരനോട് എന്തെങ്കിലും പകയുണ്ടെന്നോ അല്ലെ വിഷമമുണ്ടെന്ന് തോന്നിയാൽ അത് നിരപ്പുവാക്കി. പണ്ടൊക്കെ അതുണ്ടായിരുന്നു. പണ്ടൊക്കെ സഹോദരന്മാർ തമ്മിൽ എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായാൽ അവര് ഈ ആരാധന യോഗത്തിന് വരുന്നതിന് മുൻപ് തന്നെ സഭയിലെ പൂപ്പന്മാര് ഉത്തരവാദിത്തപ്പെട്ടവരൊക്കെ പോയി ആ കാര്യങ്ങൾ പരിഹരിച്ച് വരുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. എൻ്റെ കൊച്ചിലൊക്കെ ഞാനത് കണ്ടിട്ടുണ്ട്. എൻ്റെ മാതാപിതാക്കളൊക്കെ ഞാൻ ഉൾപ്പെടുന്ന ക്ലാസ്സിൽ കണ്ടിട്ടുണ്ട്. ഇന്നതൊക്കെ വളരെ കുറഞ്ഞു പോയി. പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള നമ്മുടെ മനോഭാവം, ദൈവം ആരാണെന്നും ദൈവത്തിന്റെ മഹത്വം എന്താണെന്നും അവന്റെ ആ പാപത്തിന് നേരെയുള്ള അവന്റെ മനോഭാവം എന്താണെന്നുള്ള ആ കാഴ്ചപ്പാട് നമ്മളിൽ നിന്നൊക്കെ കുറഞ്ഞുപോയി എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ ഈ വലിയവനായ ദൈവത്തെ നമ്മൾ ഭയപ്പെടണം. അവന്റെ പ്രമാണം നമ്മൾ അനുസരിക്കണം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് കൊല ചെയ്യരുത് എന്ന് പറയുന്നത്. വീണ്ടും നമുക്ക് നോക്കാം, ഒരു വാക്യം കൂടെ നമുക്ക് മുൻപോട്ട് പോകാം. മുൻപോട്ട് പോകുമ്പോൾ മർക്കോസ് എഴുതിയ സുവിശേഷം അതിന്റെ 12-ാം അധ്യായം അതിന്റെ 28-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞ വാക്ക് നോക്കിയേ. നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്കാണ് 12-ാം അധ്യായം മർക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യം. മർക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യത്തില് കർത്താവ് പറഞ്ഞ കാര്യം കൂടെ നോക്കാം. അവിടെ കർത്താവ് പറഞ്ഞ വാക്യം നോക്കിയേ, 12-ന്റെ 28-ാമത്തെ വാക്യം. ഒരുവൻ അടുത്തു വന്ന് അവർ തമ്മിൽ തർക്കിക്കുന്നത് കേട്ട് അവൻ അവരോട് നല്ലവണ്ണം ഉത്തരം പറഞ്ഞ പ്രകാരം ബോധിപ്പിച്ചിട്ട് എല്ലാറ്റിലും മുഖ്യ കൽപ്പന ഏതെന്ന് അവനോട് ചോദിച്ചു. അതിന് യേശു, എല്ലാറ്റിലും മുഖ്യ കൽപ്പനയോ ഇസ്രായേലെ കേൾക്ക, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്നതാകുന്നു. അവിടെ പറഞ്ഞിരിക്കുന്ന വാക്യം ഒന്നാമത് പറഞ്ഞിരിക്കുന്നത്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും
പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഇങ്ങനെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഹൃദയം നമ്മുടെ ആരാധനയുള്ള ബന്ധത്തിൽ നമുക്കുണ്ടാകുന്നുണ്ട്. ഞാൻ ഉൾപ്പെടെ നാം ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മെ തന്നെ ഒന്ന് കാണാനുള്ളൊരു മനോഭാവം നമുക്കുണ്ടാകുന്നുണ്ട്. അതെപ്പോഴാണ് ഉണ്ടാകേണ്ടത്? നമ്മൾ വായിക്കുന്നത് അബ്രഹാം യാഗത്തിന് വേണ്ടി പോകുന്ന എപ്പോഴായിരുന്നു? അവിടെ വന്നതിന് ശേഷമാണ്. നേരത്തെ മുതലേ ഒരുങ്ങുകയാണ്. നേരത്തെ മുതലേ ഒരുക്കിയതിനു ശേഷം അവർ യാത്രയിലാണ് വന്നത്. എന്തായത്? നിങ്ങൾ ഇവിടെ നിൽപ്പി. ആണോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ദൈവസന്നിധിയിൽ നമ്മൾ വന്ന് മുട്ടുകുത്തുമ്പോൾ അല്ലെങ്കിൽ ദൈവസന്നിധി ഇരിക്കുമ്പോൾ നമ്മളെ തന്നെ നമുക്കൊന്ന് കാണാനുള്ളൊരു മനോഭാവം നമുക്കുണ്ടാകുന്നു. ഇനി പോട്ടെ, കർത്തൃമേശയിൽ നമ്മൾ പങ്കെടുക്കുമ്പോഴെങ്കിലും എന്റെ കർത്താവേ, നീ എനിക്ക് വേണ്ടിയാണല്ലോ ക്രൂശിൽ തകർന്നത്. ഞാൻ എന്നെ തന്നെ ഒന്ന് കണ്ടുകൊണ്ട് ആ സന്നിധിയിൽ നമ്മൾ കവന്നു വീഴുന്ന ഒരു മനോഭാവം. യാഗത്തിൽ തീ ഇറങ്ങി ആ യാഗം ഏൽപ്പിച്ചപ്പോൾ അവൻ ഒരു സാഷ്ടാംഗം പ്രണാമം ചെയ്തു. ഈ ഒരു മനോഭാവം പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകും. ആരാധനയുള്ള ബന്ധം ദിവസത്തിൽ കടന്നു വരുമ്പോൾ ഈ വലിയവരാകുന്ന ദൈവത്തിന്റെ മൊത്തം കണ്ടു കഴിയുമ്പോൾ ആ പാദത്തിൽ നമ്മൾ മനസ്സുകൊണ്ട് നമ്മൾ തറയിൽ കടന്നു വീഴുന്നതല്ല അതിനർത്ഥം. അത് ശാരീരികമാണ്. മനസ്സുകൊണ്ട് ഈ പാദത്തിൽ ഒരു നിമിഷം ഒന്ന് വീഴുക എന്നുള്ളതാണ് ആരാധന കൊണ്ട് നാം അർത്ഥമാക്കുന്നത്. അതാണ് പൂർണ്ണ മനസ്സ്, പൂർണ്ണ ഹൃദയം, പൂർണ്ണ ആത്മാവ് നാം ദൈവത്തെ സ്നേഹിക്കുക. എൻ്റെ കർത്താവിനെ ഇതുപോലെ എനിക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ച, ഇതുവരെ എനിക്ക് വേണ്ടി യാഗമരണം അനുഭവിച്ച എൻ്റെ പ്രാണനാഥ എന്ന് പറഞ്ഞുകൊണ്ട് ആ പാദത്തിൽ നിന്ന് വീഴുക എന്ന് പറയുന്നത് അത് വലിയ ശ്രേഷ്ഠമായ അത് അപ്പോഴാണ് ദൈവം അല്ലെങ്കിൽ നമ്മുടെ ആരാധന ദൈവം സുഗ്രാഹ്യമായി തീരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വീണ്ടും നമുക്ക് മുൻപോട്ട് പോകാം. ആവർത്തന പുസ്തകത്തിൽ വന്ന് ഒരു ധരണിയാണ് കർത്താവ് ഇവിടെ ഓർപ്പിക്കുന്നത്. ആവർത്തന പുസ്തകം 4-ാം അധ്യായം അതിന്റെ 4 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ആവർത്തന പുസ്തകം 4-ാം അധ്യായം അതിന് 4 മുതൽ 4-5 വാക്യങ്ങൾ. ആവർത്തന പുസ്തകം 4-ാം അധ്യായം അതിന് 4-5 വാക്യങ്ങൾ. അവിടെ എന്നാൽ നിങ്ങളുടെ ദൈവമായ യഹോവയോട് പറ്റിച്ചേർന്ന നിങ്ങളെയൊക്കെ ഇന്ന് ജീവനോടെ ഇരിക്കുന്നു. അതല്ലേ? നിങ്ങൾ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് നിങ്ങൾ അനുസരിച്ച് നടപ്പാനായി എൻ്റെ ദൈവമായ യഹോവ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ നിങ്ങളോട് ചട്ടങ്ങളും വിധികളും ഉപദേശിച്ചിരിക്കുന്നു. അവയെ പ്രമാണിച്ച് നടപ്പി. ഇത് തന്നെയല്ലോ ജാതികളുടെ ദൃഷ്ടിയിൽ നിങ്ങളുടെ ജ്ഞാനവും വിവേകവുമായിരിക്കുന്നത്. ദൈവത്തെ അനുസരിച്ച് നടക്കുന്നതാണ് മറ്റ് ജാതികളുടെ മുമ്പിൽ നിങ്ങളുടെ ജ്ഞാനവും നിങ്ങളുടെ അറിവും. മറ്റ് ജാതിക്കാരുടെ മുമ്പിൽ നമ്മളൊരു പെക്യൂലിയർ ജനങ്ങളാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച നമ്മളെ ആരാധനയുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിച്ച് പറഞ്ഞു, നമ്മളെ ഒരു പ്രത്യേക ദൗത്യത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവരാണ് നമ്മൾ. മറ്റുള്ളവരെ പോലെ ഒരു കോംപ്രമൈസ് ചെയ്യാനുള്ളവരല്ല നമ്മൾ. ഇന്ന് ക്രൈസ്തവ ലോകത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് കോംപ്രമൈസാണ്. മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു അതുപോലെ നമ്മൾ ചെയ്യുന്നു. കോംപ്രമൈസ് ഒരിക്കലും ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല. ദൈവത്തിന്റെ പ്രമാണം നമുക്ക് തന്നിരിക്കുന്നത് അത് കോംപ്രമൈസ് ചെയ്യാനുള്ളതല്ല. ഒന്നുകിൽ തെറ്റ് അല്ലെങ്കിൽ ശരി. ഇത് രണ്ടിനിടയ്ക്ക് ഒരു കുറുക്കു വഴിയില്ല. ഇത് രണ്ടിനെ ബന്ധിക്കുന്ന ഒരു രീതിയില്ല. ഇത് മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു അത് നമ്മൾ അഡോപ്റ്റ് ചെയ്യും. ജാതികൾ കാണിക്കുന്നത് അതിന് വേറൊരു വേർഷനിൽ കൂടെ നമ്മൾ അത് അവതരിപ്പിക്കും. ദൈവമക്കൾ ജാതികളുടെ നടുവിൽ ഒരു പരിജ്ഞാനത്തോടെ, ഞാൻ ഒരിക്കലും ഒരു വചന ശുശ്രൂഷ ബന്ധത്തിൽ ഞാൻ പരിജ്ഞാനമുള്ള കാര്യം ഞാൻ ഇവിടെ സംസാരിച്ചായിരുന്നു. എന്താണ് പരിജ്ഞാനം? അപ്പോൾ എന്നോട് ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ എന്നോട് പറഞ്ഞാൽ ഞങ്ങളൊക്കെ പരിജ്ഞാനമുള്ളവരാണ്. ശരിയാണ്, പരിജ്ഞാനം നമുക്കൊക്കെ ആവശ്യമാണ്. എന്താ പരിജ്ഞാനം എന്ന് പറയുന്നത്? പരിജ്ഞാനം എന്ന് പറയുന്നത് സാഹചര്യത്തിൽ അനുസരിച്ച് നമ്മൾ അറിവോടുകൂടി ഇടപെടുന്നതിനെയാണ് പരിജ്ഞാനം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മൾ ഏത് സാഹചര്യത്തിലാണ് നിൽക്കുന്നത് ആ സാഹചര്യത്തിൽ നമ്മുടെ കർത്താവിനെ വ്യക്തമായി നമ്മുടെ ജീവിതത്തിൽ ഉയർത്തി കാണിക്കുന്നതാണ് പരിജ്ഞാനം എന്ന് പറയുന്നത്. ഞാൻ അതിനെക്കുറിച്ച് ഒരു ഉദാഹരണം മാത്രം പറഞ്ഞായിരുന്നു. അത് പറഞ്ഞത് ഇതായിരുന്നു, പത്രോസിനെ യേശുക്രിസ്തുവിനെ കുറിച്ച് നല്ല അറിവുള്ളവനായിരുന്നു, ഭയങ്കര അറിവായിരുന്നു. നീ ദൈവത്തിന്റെ പുത്രനാണെന്ന് അവൻ ഏറ്റുപറഞ്ഞവനാണ്. എന്നാൽ പ്രതികൂലം വന്നപ്പോൾ, സാഹചര്യം അനുകൂലമല്ലാതെ വന്നപ്പോൾ ഈ പത്രോസ് എന്താ പറഞ്ഞ്? ഞാൻ അവനെ അറിയുന്നില്ല എന്ന് പറഞ്ഞവൻ പ്രാഗയും ആണയിടുകയും ചെയ്യുന്ന പറഞ്ഞ്.
ആ പത്രോസ് പിന്നീട് പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ അവൻ പറഞ്ഞ വാക്കാണ്, നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ ഞാൻ പ്രസംഗിക്കുന്നു. അപ്പോൾ പരിപൂർണ പരിശുദ്ധാത്മാവിന്റെ നിറവ് എന്ന് പറഞ്ഞാൽ പരിജ്ഞാനം എന്ന് പറയുന്നതാണ്. സാഹചര്യത്തിനനുസരിച്ച് ദൈവപുത്രനെ കുറിച്ച് മറ്റുള്ളവരോട് ഉപദേശിക്കുമ്പോഴാണ് യഥാർത്ഥമായിട്ടുള്ള പൂർണ്ണ മനസ്സ്, പരിജ്ഞാനം എന്ന വാക്കുകൊണ്ട് നമുക്ക് അർത്ഥമാക്കാൻ കഴിയുന്നു. അത് മനസ്സിലാക്കി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലേവ്യ പുസ്തകം 19-ാം അധ്യായം ഒരു വാക്കൂടെ അതിനോട് ചേർത്ത് മാറ്റി നോക്കിയാൽ, ലേവ്യ പുസ്തകം 19-ാം അധ്യായം അതിന് 18-ാമത്തെ വാക്യം. ലേവ്യ പുസ്തകം 19-ാം അധ്യായം അതിന് 18-ാമത്തെ വാക്യം. ലേവ്യ പുസ്തകം 19-ന്റെ 18-ാമത്തെ വാക്യത്തില്, ജനത്തിന്റെ മക്കളോട് പക വയ്ക്കരുത്, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം, ഞാൻ യഹോവയാകുന്നു, നിങ്ങൾ എന്റെ ചട്ടങ്ങൾ പ്രമാണിക്കണം, രണ്ടു തരം മൃഗങ്ങളെ തമ്മിൽ ഇണ ചേർക്കരുത്. അവിടെ പറഞ്ഞിരിക്കുന്നത് നിന്റെ ജനത്തിന്റെ മക്കളോട് എന്ത് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്? പക വയ്ക്കരുത്. പക. അപ്പം ദൈവമക്കൾ തമ്മിൽ പക ഉണ്ടാകാൻ പാടില്ല. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഇത് ശരിയായിട്ടുള്ളൊരു കാര്യം. പക ആർക്കില്ല, പക്ഷെ പകയിൽ നിന്നാണ് ഈ ശാഠ്യം ഉണ്ടാകും. ശാഠ്യം. ഞാൻ ഒരിക്കലും ഈ ശാഠ്യത്തെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചപ്പോൾ എന്താ ഈ ശാഠ്യം എന്ന് പറഞ്ഞാൽ? സൗകര്യമാരൊന്നും പിണ്ടത്തിൽ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നു. ശാഠ്യം എന്ന് പറഞ്ഞാൽ അതിനൊരു ചെറിയ ഉദാഹരണം പറയാം. ഒരു 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 വീട്ടില് ഒരു ഗസ്റ്റ് വന്നപ്പോഴേ, അവർ മാനിക്കപ്പെടുന്ന ഒരു ഗസ്റ്റാണ് വന്നത്. ഗസ്റ്റ് വന്നപ്പോൾ ആ വീട്ടിലെ കൊച്ചു മോനെ ഇവർ ഓടി വന്നിട്ട് അവര് ആ വീട്ടിലെ മാതാവും പിതാവ് ആ ഗസ്റ്റുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ ഗഹനമായ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ആ മോൻ ഇങ്ങോട്ട് വന്നിട്ട് ഈ കഥകിന്റെ ഈ സാക്ഷ പിടിച്ച് ഇങ്ങനെ അടിച്ചോണ്ടിരുന്നു. അപ്പൊ ആദ്യം അവരോട് പറയാം, നീ അടങ്ങി ചെയ്യരുതെന്ന്. പിന്നെ അവൻ പോയി ഇങ്ങനെ അടിച്ചോണ്ടിരുന്നു. പിന്നെ അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീ സാക്ഷ ഇങ്ങനെ അടിച്ചോണ്ടിരുന്നു. പിന്നെ ഇങ്ങനെ അടിച്ചോണ്ടിരുന്നു. പിതാവിന് ദേഷ്യം അടങ്ങിയിരിക്കണമെന്ന് പറഞ്ഞാൽ അവനെ ശാസിച്ചപ്പോഴേ ഇവനെന്താ ചെയ്യുന്നറിയാമോ? ഇവരങ്ങോട്ട് നിലവിളിക്കാൻ തുടങ്ങി, ഭയങ്കരമായിട്ട് നിലവിളിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ സാക്ഷ്യം പിടിച്ചിട്ട് അനങ്ങുന്നതിനേക്കാൾ ഒച്ചത്തിൽ അവർ കരയാൻ തുടങ്ങിയപ്പം ആ ഗസ്റ്റ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ആശ്വസിപ്പിക്കും, നമുക്ക് വേറെ ദിവസം സംസാരിക്കും. അദ്ദേഹം അവൻ പോയി സന്ധ്യയോടെ ഇവരെ ആശ്വസിപ്പിക്കാൻ നടത്തുന്നില്ല, കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, ഏകലടിച്ച് കരയുകയാണ്. അവനെ മാതാവ് ആശ്വസിപ്പിക്കുന്നു, പിതാവ് ആശ്വസിപ്പിക്കുന്നു. ഒടുവിൽ ഇവരെ കൊണ്ട് സന്ധ്യയ്ക്ക് ഉറങ്ങാൻ കിടത്തിയപ്പോഴാണ് ഇങ്ങനെ ഏകലടിച്ച് കിടന്നാൽ ഉറങ്ങാൻ കിടക്കുന്നത്. രാവിലെ എഴുന്നേറ്റപ്പം വീണ്ടും ഇവന് ഏകലടിച്ച് കരയുകയാണ്. എഴുന്നേറ്റപ്പം അവന്റെ പപ്പ പറഞ്ഞു, മോനൊരു കാര്യം ചെയ്യും, നീ പോയാൽ കഥകിനെ സാക്ഷ്യം വെച്ചിട്ട് കിടിക്കണം, ഇഷ്ടം പോലെ കിടക്കാൻ പറഞ്ഞു. അപ്പൊ ഇവൻ പറഞ്ഞ വാക്കാണ്, എനിക്ക് ഇന്ന് കിടക്കണ്ട, എനിക്ക് ഇന്നലെ കിടക്കണം. മനസ്സിലായി? എനിക്ക് ഇന്ന് കിടക്കണ്ട, എനിക്ക് ഇന്നലെ കിടക്കണം. ഇതാണ് ശാഠ്യം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ വായിച്ചത് എന്താ? പുസ്തകം 19-ാം അധ്യായത്തിൽ 18-ാം വാക്യത്തിൽ നമ്മൾ കണ്ടത്, നിങ്ങളുടെ എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്, നിന്റെ പക വയ്ക്കരുത്. ഈ പക വെച്ചുകൊണ്ട് നടന്നാണോ? കുഴപ്പം എന്താണ്? പാപത്തിലേക്ക് തിരിയാനുള്ള സാധ്യത. സഹോദരന്മാർ തമ്മിൽ എന്തെങ്കിലും ഒരു വിഷയമുണ്ടെങ്കിൽ യാഗം കഴിക്കാനായിട്ട് ദൈവത്തിൽ കടന്നു വരുമ്പോൾ നാം അത് മനഃപൂർവ്വമായിട്ട് വിട്ടുകളയുന്നുകൊണ്ട്, അല്ലെ ഏറ്റുപറയേണ്ടത് കാര്യമാണെങ്കിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് വിട്ടുകളഞ്ഞിട്ട് നമ്മൾ ആരാധിക്കുന്നെങ്കിൽ ആ ആരാധനയാണ് സൗരഭ്യവാസന അയക്കുന്ന ആരാധന എന്ന് പറയുന്നത്. കായിനെ സംബന്ധിച്ചോളം അവൻ ദൈവം അവസരം കൊടുത്തു. അവസരം എന്താ കൊടുത്തത്? നീ പാപവിധാനത്തിന്റെ വഴിയിൽ കിടക്കുകയാണ്, വാതിൽക്കൽ കിടക്കുകയാണ്, അതിന്റെ ആഗ്രഹം നിന്നോടാണ്. നീ അതിനെ ഓവർകം ചെയ്യുക, നീ അതിനോട് വിജയിക്കാൻ പറഞ്ഞു. പക്ഷെ അവൻ അതിനെ മനസ്സ് വെച്ചില്ല. അവന്റെ മനോഭാവം നോക്കിയേ, അവൻ രാജ്യത്തോട് നോക്കിയേ. അവൻ എന്നിട്ട് പിന്നെന്താ ചെയ്തത്? ദൈവം പിന്നെ അവനോട് ചോദിച്ച ചോദ്യം എന്തായിരുന്നു? ചോദ്യം നിന്റെ സഹോദരൻ എവിടെയെന്ന് ചോദിച്ചപ്പോ എന്താ പറഞ്ഞേ? ഞാനൊരു സഹോദരന്റെ കാവൽക്കാരനാണോ? അത് ശരിക്കും പറഞ്ഞാൽ ഇവൻ കള്ളമല്ലേ പറഞ്ഞേ? അല്ലേ? കള്ളമല്ലേ പറഞ്ഞേ? അപ്പോ കള്ളം നമ്മളത് കഴിഞ്ഞ ആഴ്ച അല്പമായിട്ട് ചിന്തിച്ചു. സാത്താൻ എന്ന് പറയുന്നത് ആരാണെന്നാ പറഞ്ഞേ? സാത്താൻ പോസ്റ്റ് പറയുന്നവരും പോസ്റ്റിന്റെ അപ്പനുമാണ്. അപ്പൊ നമ്മളൊക്കെ ചിന്തിച്ചോണം, കള്ളം പറയുമ്പോ അതിന്റെ അർത്ഥം ആരെയാണ് അനുസരിച്ചാ നടക്കുന്നത്? ആരെയാ? ഈ ആരാ സാത്താൻ? ഈ സാത്താൻ നിങ്ങളാരും കണ്ടിട്ടുണ്ടോ? നിങ്ങളാരും സാത്താനെ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? സാത്താനെ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ?
ചില സഭകളൊക്കെ ഞാൻ ചില സഭക്കാരുണ്ട് അങ്ങോട്ട് കണ്ണടച്ചു കഴിഞ്ഞ ഉടനെ പോ സാധാനം ഞാൻ ഇവരോടൊക്കെ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ആരെങ്കിലും സാധാനം കണ്ടിട്ടുണ്ടോ? പിന്നെ ഈ സാധാനം നീ പറയുന്നത് ആരാ ഈ സാധാരണ? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കണ്ടത് സാത്താൻ എന്ന വാക്ക് ആദ്യം ഉണ്ടായത് എവിടുന്നാണ്? പാമ്പ് എന്ന വാക്കിൽ നിന്ന്, സർപ്പന്റ് എന്ന വാക്കിൽ നിന്നാണ് സൈറ്റാൻ എന്ന വാക്കുണ്ടായെന്നാണ് പണ്ഡിതന്മാരൊക്കെ പറയുന്നത്. സർപ്പന്റ് എന്ന വാക്കിൽ നിന്നാണ് സൈറ്റാൻ എന്ന വാക്കുണ്ടായത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ വീണുപോയ ഒരു ആത്മജീവിയാണ്, ഒരു ആത്മാവാണ് ഈ സൈറ്റാൻ എന്ന് പറയുന്നത്. അപ്പൊ ആ സൈറ്റാന്റെ ആ സ്വഭാവം എന്നിലും വരാം, നിങ്ങളിലൊക്കെ വരാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ സാധാരണ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ, അതിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവർ നിങ്ങളെ വിട്ട് ഓടിക്കും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇപ്പൊ ഉദാഹരണം പറയാം, ഞാൻ സിഗരറ്റ് വലിക്കാത്ത ഒരാളാണ്, സിഗരറ്റ് വലിക്കുന്നേ. അപ്പോ എന്റെ ഒരു സ്നേഹിതൻ വളരെ നാളുകൾക്ക് ശേഷം എന്നെ കണ്ടിട്ട് പറയാം, ഓ കേമേ, നിന്നെ കണ്ട് എത്രയോ നാളായി എന്ന് പറഞ്ഞിട്ട് എന്റെ തോളത്തെ കൈയിട്ട് ഞാൻ നടന്നുകൊണ്ട് പോകുന്ന കൂട്ടത്തിൽ അവനൊരു സിഗരറ്റ് അവന്റെ കയ്യിൽ നിന്ന് എടുത്തിട്ട് നമ്മുടെ കയ്യിലെടുത്ത് വലിക്കും. അപ്പൊ ഞാൻ പറയും, ഞാൻ ദേവദാസൻ, ഞാൻ വലിക്കില്ല, ഞാൻ ഇതുവരെ അത് ചെയ്തിട്ടില്ലെന്ന് പറയുമ്പോൾ അവൻ വീണ്ടും പ്രേരിപ്പിച്ച് എന്നെ അത് ചെയ്യാൻ ഉത്സാഹിപ്പിക്കുമ്പോൾ ഞാൻ ആദ്യം പിന്നെ ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ കാണുന്നുണ്ടോ അങ്ങോട്ട് നോക്കിയിട്ട് ഇത് നമ്മൾ വാങ്ങി വലിച്ചാൽ അവിടെ സാധാരണയായിട്ട് വന്ന് ആരായിരിക്കണം നമ്മളെ ആ കൂട്ടുകാരനാണ്. സി, അപ്പൊ സാത്താൻ എന്ന് പറയുന്നത് സ്പിരിറ്റ്, അതൊരു നമ്മളെ തെറ്റിലേക്ക് നയിക്കുന്ന ഒന്നായിരിക്കും. വചനവിരുദ്ധമായി, ദൈവത്തിന് വിരുദ്ധമായി, ദൈവമക്കൾക്ക് വിരുദ്ധമായി, ദൈവസഭയ്ക്ക് വിരുദ്ധമായി നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ആറ്റിറ്റ്യൂഡ്, അതാണ് സൈറ്റനിക്. അതിനെയാണ് നമ്മൾ ഓവർകം ചെയ്യേണ്ടത്. ഞാനും നിങ്ങളും നമ്മുടെ മനസ്സിലേക്ക് ധാരാളം ചിന്തകൾ വരാം. പക്ഷെ ഇത് വചനത്തിനനുസൃതമായിട്ടുള്ളതാണോ? ദൈവത്തിനനുസൃതമായിട്ടുള്ളതാണോ? ദൈവസഭയ്ക്കനുസൃതമായിട്ടുള്ളതാണോ? മൂപ്പന്മാർക്ക് കീഴ്പ്പെടുന്ന കാര്യങ്ങളാണോ? ഇങ്ങനെയുള്ള മനോഭാവം നമ്മുടെ മനസ്സിലേക്ക് ചിന്തകൾ വരുമ്പോൾ അതിനെ ഓവർകം ചെയ്യണം. എങ്ങനെ ഓവർകം ചെയ്യുന്നത്? ഇപ്പോൾ സാധാരണ ഇവിടെ പോകുമോ ഇല്ല, മനസ്സിലാക്കിയിട്ട് അതിനോട് എതിർത്ത് നിന്നാൽ അത് തനിയെ അത് മാറിപ്പോകും. ദൈവത്തിലേക്ക് കായിനെ സംബന്ധിച്ചോളം അവനിതിനെ ഓവർകം ചെയ്യാനുള്ള സമയമുണ്ടായിരുന്നു. ദൈവം അവരോട് ചോദിക്കുകയാണ്, നിന്റെ സഹോദരൻ എവിടെ? അവനവിടെ കള്ളം പറഞ്ഞു എന്ന് പറയുമ്പോൾ അവൻ സാത്താന്റെ വശീകരണത്തിൽ പിടിക്കപ്പെട്ടു എന്നാണ്. അതുകൊണ്ടാണ് അത് വായിച്ചത്, കായീൻ ദുഷ്ടനിൽ നിന്നുള്ളവനാണ്, സൈറ്റനിൽ നിന്നുള്ളവനാണ്. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ സൈറ്റാന്റേതായിട്ടുള്ള ചിന്തകൾ, ദൈവവചനത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വന്നാൽ അതിനെ ഓവർകം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ മനോഭാവം എന്ന് പറയുന്നത്. അപ്പം അത്രയും കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നുണ്ടായി. അടുത്തതായിട്ട് നമുക്ക് പിന്നെ മുൻപോട്ട് പോകാം. ഹോശയ്യ പ്രവചനം 6-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം കൂടെ നമുക്കൊന്ന് വായിക്കാം. ഹോശയ്യ പ്രവചനം 6-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. ഹോശയ്യ പ്രവചനം 6-ാം അധ്യായം 6-ാം വാക്യം. അവിടെ നമ്മൾ വായിക്കുന്നത്, അവിടെ ഒരു വാക്യം ഹോശയ്യ പറയുന്നുണ്ടല്ലോ ജനത്തോടുള്ള ബന്ധത്തില്. അവിടെ നോക്കി അവിടെ പറഞ്ഞിരിക്കുന്ന വാക്യം വളരെ അർത്ഥവത്തായ ഒരു വാക്യമാണ്. 6-ാം അധ്യായം 6-ാം വാക്യത്തില്, യാഗത്തിലല്ല ദയയിലും ഹോമയാഗത്തെക്കാൾ ദൈവ പരിജ്ഞാനത്തിലും ഞാൻ പ്രസാദിക്കുന്നു. അപ്പോ കായീൻ യാഗം കഴിച്ചപ്പോ അത് ദൈവം പ്രസാദിക്കാൻ തന്നെ ഒരു കാരണം ഇവിടെ പറയുകയാണ്. യാഗത്തിലല്ല, പിന്നെന്തിലാണ്? ദയയിലും ഹോമയാഗങ്ങളെക്കാൾ ദൈവ പരിജ്ഞാനത്തിലും ഞാൻ പ്രസാദിക്കുന്നു. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ആരാധനകൾ, യാഗങ്ങളൊക്കെ ദൈവത്തിന്റെ പരിജ്ഞാനത്തിൽ അല്ലെങ്കിൽ വചനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള യാഗങ്ങളാണോ, ആരാധനയാണോ നാം കഴിക്കുന്നത്? കായീനെ സംബന്ധിച്ചോളം കായീനത് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത് എത്രയോ ദുഃഖകരമായ ഒരു കാര്യമാണ്. വീണ്ടും നോക്കാം, മീകാപ്രവചനം 6-ാം അധ്യായത്തിലേക്ക് വരാം. മീകാപ്രവചനം 6-ാം അധ്യായം അതിന്റെ 6 മുതലുള്ള വാക്യം കൂടെ നമുക്ക് അതിനോട് ചേർന്ന് വായിച്ചു നോക്കാം. മീകാപ്രവചനം 6-ാം അധ്യായം അതിന്റെ 6 മുതൽ 9 വാക്യങ്ങൾ. മീകാപ്രവചനം 6-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ. അവിടെ നാം വായിക്കുന്നത്, എന്തുകൊണ്ട് ഞാൻ യഹോവയുടെ സന്നിധിയിൽ ചെന്ന് അത്യുന്നതനായ ദൈവത്തിന്റെ മുൻപാകെ കുമ്പിടേണ്ടു? ഞാൻ ഹോമയാഗങ്ങളോടും 1 വയസ്സ് പ്രായമുള്ള കാളക്രാവിനോടും കൂടെ അവന്റെ സന്നിധിയിൽ ചെല്ലണമോ?
1000 ആട്ടുകൊറ്റനിലും 10,000 തൈല നദിയിലും യഹോവയെ പ്രസാദിക്കാമോ? എൻ്റെ അതിക്രമത്തിന് വേണ്ടി ഞാൻ എൻ്റെ ആദ്യജാതിയെയും ഞാൻ ചെയ്ത് പാപത്തിന് വേണ്ടി എൻ്റെ ഉദരഫലത്തെയും കൊടുക്കണമോ? എന്നിട്ട് അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, അതിൻ്റെ അവസാന ഭാഗം അവിടെ വായിക്കുന്നത്, പ്രവർത്തിപ്പാനും ഭയപ്പെടുവാനും ഇരിപ്പാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും അല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? നോക്കിയ ഇവിടെ ആ വാക്യം എത്ര വളരെ വ്യക്തമായിട്ടാണ് പറഞ്ഞത്. ദൈവസന്നിധിയിൽ താഴ്മയോടെ നടപ്പാൻ. താഴ്മ, ഹംബിൾനെസ്. ദൈവസന്നിധിയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് എന്താ പുകഴുവാനുള്ളത്? എന്തുവാ പ്രശംസിക്കാനുള്ളത്? ദൈവസന്നിധിയിൽ നമ്മൾ എന്തെല്ലാം യാഗങ്ങൾ കർമ്മങ്ങൾ ചെയ്താലും അത് താഴ്മയോടും വിനയത്തോടും അല്ല എങ്കിൽ പാപം ചെയ്യാനുള്ള സാധ്യത ഉണ്ടാകും. കായിനെ സംബന്ധിച്ചോളം അവൻ പാപം ചെയ്യാനുള്ള കാരണം ഹൃദയം നിഗളിച്ചു. അവൻ ദൈവത്തിൽ അവരെ തന്നെ വിനയപ്പെടുവാൻ സമയം കൊടുത്തിട്ടും അവൻ അത് ചെയ്തില്ല എന്നും. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, പാപം നിന്റെ അടുക്കലുണ്ട്, വാതിക്കലുണ്ട്, നീ അതിനെ ഓവർകം ചെയ്യുക, നീ അതിനെ വിജയിക്കുക. പക്ഷെ അവന് ചെയ്യാൻ അവസരം കൊടുത്തിട്ടും അവനത് ചെയ്തില്ല എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ദൈവസ്ഥലത്ത് നമ്മൾ കടന്നു വരുമ്പോൾ എത്രമാത്രം താഴ്മയും വിനയം ഉള്ളവരായിരിക്കണം എന്നുള്ളത് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുകയാണ്. അതിന് വീണ്ടും നമുക്ക് ഈ കായീൻ ചെയ്ത കൊലപാതകത്തിന് ദൈവം എന്താ ചെയ്തതെന്ന് നോക്കി. ദൈവം പറഞ്ഞ വാക്കുണ്ടല്ലോ, ഞാനതിന് പകരം ചോദിക്കും. ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം നോക്കി. ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. അവിടെ എന്താണ് ദൈവം പറഞ്ഞ വാക്ക് നോക്കി. 9-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം. നോക്കി അവിടെ പറഞ്ഞ വാക്ക്, ആരെങ്കിലും മനുഷ്യന്റെ രക്തം ചൊരിയിച്ചാൽ അവന്റെ രക്തം മനുഷ്യൻ ചൊരിയിക്കും. അവന്റെ രക്തം മനുഷ്യൻ ചൊരിയിക്കും. ദൈവത്തിന്റെ സ്വരൂപത്തിലല്ലോ മനുഷ്യനെ ഉണ്ടാക്കിയിരിക്കുന്നത്. ആകയാൽ നിങ്ങൾ അവിടെ നമ്മൾ വായിക്കുന്ന വാക്യം, ആരെങ്കിലും മനുഷ്യന്റെ രക്തം ചൊരിയിച്ചാൽ അവന്റെ രക്തം മനുഷ്യൻ ചൊരിയിക്കും. ദൈവത്തിന്റെ സ്വരൂപത്തിലല്ലോ മനുഷ്യനെ ഉണ്ടാക്കി. ഇവിടെ കായീൻ ഹാബേലിനെ കൊന്നപ്പോ അവന്റെ രക്തം ആരോട് നിലവിളിക്കുകയാണ്? ദൈവത്തോട് നിലവിളിക്കുകയാണ്. എന്താ നിലവിളിക്കുന്നത്? പ്രതികാരത്തിന് വേണ്ടി നിലവിളിക്കുകയാണ്. ദൈവസന്നിധിയിൽ എത്തി. കാരണം എന്താണെന്നറിയാമോ? ദൈവം തന്റെ സ്വരൂപത്തിലാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. ഏതെങ്കിലും ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനെ കൊല ചെയ്താൽ തീർച്ചയായിട്ടും ദൈവം അതിന്റെ വെഞ്ചെടുക്കും, അതിന്റെ പ്രതികാരം ചെയ്യും. ഉദാഹരണം നോക്കി, പൗലോസ് അപ്പോസ്തലനോടുള്ള ബന്ധത്തില് പൗലോസ് ദമസ്കോസിലുള്ള ജനത്തെ കൊല്ലുവാൻ വേണ്ടി അധികാരപത്രം വാങ്ങിക്കൊണ്ട് പോകുമ്പോൾ അവിടെ ദൈവം ചോദിക്കുന്ന ചോദ്യമുണ്ട്. നീ ഒരു വാക്യമുണ്ട് അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. വായിക്കുന്നെന്താ അത് ചോദിക്കുന്നത്? നീ കൊല്ലാൻ കൊണ്ടുപോകുമ്പോ നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ന്. ആ വാക്കാണ്, നീ എന്നെ ഉപദ്രവിക്കുന്നത്. അപ്പം ശരിക്കും ദൈവമക്കളെ അല്ലെങ്കിൽ മറ്റൊരാളെ ഉപദ്രവിക്കുമ്പോൾ അത് ആരെ ഉപദ്രവിക്കുന്ന തുല്യമാണ്? അതിന് കാരണം എന്ന് ചോദിച്ചാൽ ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യനെ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഹിന്ദു ആകട്ടെ, മുസ്ലിം ആകട്ടെ, ക്രിസ്ത്യാനി ആകട്ടെ, എല്ലാവരെയും ദൈവം സൃഷ്ടിച്ചതാണ്. ആ മനുഷ്യന്റെ ജീവന്റെ ഉത്തരവാദിത്വം ദൈവത്തിനുള്ളതാണ്. ആരെങ്കിലും ഒരു മനുഷ്യന് അവന്റെ രക്തം ചൊരിഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവം അതിന് പ്രതികാരം ചോദിച്ചിരിക്കും, ഇന്നല്ലെങ്കിൽ നാളെ. അവിടെ കായീനെതിരെ ദൈവം റിവെഞ്ച് എടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അടുത്ത ഒരു വാക്യം കൂടെ 32 വാക്യങ്ങൾ വായിച്ച് വേഗം മുൻപോട്ട് പോകാം. റോമാലേഖനം 13-ാം അധ്യായം 9-ാം വാക്യത്തിൽ പൗലോസ് എന്താ പറയുന്നത് നോക്കിയേ. അതിനോട് ബന്ധപ്പെട്ട റോമാലേഖനം 13-ാം അധ്യായം അതിന് 9-ാമത്തെ വാക്യം. റോമാലേഖനം 13-ാം അധ്യായം 9-ാമത്തെ വാക്യം. ഇവിടെ പൗലോസ് ഓർപ്പിക്കുന്ന വാക്യത്തിലേക്ക് പൗലോസ് പറയാണ്, വ്യഭിചാരം ചെയ്യരുത്, കുല ചെയ്യരുത്, മോഷ്ടിക്കരുത്, മോഹിക്കരുത് എന്നുള്ളതും മറ്റേത് കൽപ്പനയും കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കാൻ എന്നീ വചനത്താൽ സംക്ഷിപ്തം ആയിരിക്കുന്നു. നോക്കിയാൽ ഇവിടെ പൗലോസും തന്റെ ലേഖനത്തിൽ കൂടെ നമ്മെ ഓർപ്പിക്കുകയാണ്. ഒന്ന്, കർത്താവ് പറഞ്ഞു. രണ്ട്, ന്യായപ്രമാണത്തിലെ രേഖകൾ നമ്മൾ കണ്ടു, അതിന്റെ കോൺസിക്വൻസ് നമ്മൾ ചിന്തിച്ചു. ഇവിടെ പൗലോസ് ഉപദേശമായിട്ടും പറയുകയാണ്, അത് ചെയ്യാൻ പാടില്ല എന്നുള്ളത്.
പ്രിയമുള്ളവരെ, സഹോദരനെ നിസ്സാരായ എന്ന് വിളിച്ചാൽ നമ്മൾ അത് അവനെന്ത് പറഞ്ഞിരിക്കുന്നത്? അഗ്നിനരകത്തിന് യോഗ്യനാണ്. ഇതൊരു ഭയങ്കര പ്രമാണമാണ് ഈ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് നാം ദൈവസന്നിധിയിൽ വളരെ ഭയത്തോടെ നമ്മുടെ കാലങ്ങൾ കഴിക്കേണ്ടതാണ്. ദൈവം നമ്മളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. കൊലപാതകത്തിനുള്ള ശിക്ഷ എന്താണെന്ന് നോക്കി 1-2 വാക്കുകൂടെ ചിന്തിക്കാം. സംഖ്യാപുസ്തകം 35-ാം അധ്യായത്തിന് 31-ാം വാക്യം നോക്കി. സംഖ്യാപുസ്തകം 35-ന്റെ 31-ാം വാക്യം കൊല ചെയ്തതിനുള്ള ശിക്ഷകൾ അവിടെ പറയുന്നുണ്ട്. നോക്കിയേ, സംഖ്യാപുസ്തകം 35-ാം അധ്യായം അതിന്റെ 31-ാമത്തെ വാക്യം. ഒയ്യോ, നോക്കിയേ, ആരെങ്കിലും ഒരാളെ കൊന്നാൽ അതിന്റെ ദൈവം പറഞ്ഞിരിക്കുന്ന പ്രമാണം എന്താണെന്ന് നോക്കിയാൽ അവിടെ എത്ര വ്യക്തമായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 35-ാം അധ്യായം അതിന് 31-ാമത്തെ വാക്യത്തില് മോശ അവിടെ വ്യക്തമായിട്ട് മോശയിൽ കൂടെ ദൈവം അറിയിച്ചത് വാക്ക്. 35-ാം അധ്യായത്തിന് 31-ാം വാക്യം, മരണയോഗ്യമായ കുലപാതകന്റെ ജീവന് വേണ്ടി നിങ്ങൾ വീണ്ടെടുപ്പ് വില വാങ്ങരുത് എന്ന് പറഞ്ഞാൽ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ അതിനൊരു വില വെച്ച് വാങ്ങരുത്. കഴിഞ്ഞ ദിവസം മസ്കറ്റിലാണ് ഒരു സഹോദരി അപ്പൊ അവള് പറഞ്ഞത് എന്റെ സഹോദരന് എന്റെ വില വാങ്ങാൻ ഞങ്ങൾക്ക് പ്രമാണമില്ല. അതിന് എത്ര തുകയാ പറഞ്ഞത് കൊടുക്കാൻ നമ്മുടെ ആൾക്കാർ തയ്യാറാണെങ്കിലും അവർ പറഞ്ഞ വാക്കതാണ്. നോക്കിയാൽ ന്യായപ്രമാണത്തിൽ കറക്റ്റാണ്. ഒരാളെ കൊന്നു കഴിഞ്ഞാൽ അതിനൊരു വില കൽപ്പിക്കാൻ പറ്റത്തില്ല. എന്താണ് കാരണം? മനുഷ്യന്റെ ആത്മാവിന്റെ വില എത്ര? സർവ്വ ലോകത്തേക്കാൾ വിലയുള്ളതാണ്. ഇത് ആർക്ക് കൊടുക്കാൻ പറ്റും? ഇത് ആർക്ക് കൊടുക്കാൻ പറ്റും? പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? നമ്മുടെ വീണ്ടെടുപ്പിന്റെ വില കൊടുക്കുവാനാണ്. ഞാനും നിങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയ പാപികളാണ്. നമ്മളൊക്കെ കുറ്റക്കാരായിരുന്നു. പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയി മറ്റുള്ളവരായിരുന്നു. ദൈവത്തോട് അനുസരിക്കേണ്ടവരായിരുന്നു. എന്നാൽ നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് ക്രൂശിൽ ആ ശിക്ഷാവിധി ഏറ്റെടുത്തു എന്ന് പറയുമ്പോൾ അത് എത്രയോ ശ്രേഷ്ഠകരമായ ഒരു കാര്യമാണ്. 21-ാം പുറപ്പാട് പുസ്തകം 21-ാം അധ്യായം അതിന് 24-ാം വാക്യം കൂടെ 1-2 വാക്യം കൂടെ വായിച്ചു വേഗം ഞാൻ വാക്കിൽ വിരാമം കുറിക്കാം. പുറപ്പാട് പുസ്തകം 21-ാം അധ്യായം അതിന് 24-ാമത്തെ വാക്യം അവിടെ വായിച്ചു നോക്കിയേ. 21-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യത്തില് പറയുന്ന ആ വാക്യം കൂടെ. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, കൈക്ക് പകരം കൈ, കാലിന് പകരം കാല്, പൊള്ളലിന് പകരം പൊള്ളൽ, മുറിവിന് പകരം മുറിവ്, ചെറുപ്പിന് പകരം തിണർപ്പിന് പകരം തിണർപ്പ്. ഒരാളെ കണ്ണ് അടിച്ചു പൊട്ടിച്ചാൽ ഇവന്റെ കണ്ണ് അടിച്ചു പൊട്ടിക്കണം. കാല് തല്ലി പിടിച്ചാൽ ഇവന്റെ കാലം തല്ലി പിടിക്കും. ഇതായിരുന്നു ന്യായപ്രമാണത്തിന്റെ ശിക്ഷ. എത്രയോ ഭയങ്കര ശിക്ഷയാണ് ദൈവം വിധിക്കുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, ഞാൻ എന്നെയും നിങ്ങളെയും യാതൊരു കുറവുകളും ദൈവം നോക്കാതെ ദൈവം നമ്മെ സ്നേഹിച്ചു. ആ സ്നേഹത്തെക്കുറിച്ചൊക്കെ നമ്മൾ അല്പമായിട്ട് ചിന്തിച്ചു. ആ മകൻ അപ്പനെ അമ്മയെ അനുസരിക്കാതെ അവൻ വിദേശത്ത് പോയിട്ട് അവൻ തിരിച്ചു വരുമ്പോൾ ഒരിക്കലും അപ്പൻ അവനോട് ചോദിച്ചില്ല, മോനെ നീ എന്ത് തെറ്റ് ചെയ്തു, നീ എന്ത് പാപമാണ് ചെയ്തത്, നീ അപ്പന്റെ വസ്തുക്കളെല്ലാം നശിപ്പിച്ചില്ലെന്ന് ഒരിക്കലും ആ പിതാവ് മകനോട് ചോദിച്ചില്ല. അതിനുപരിയായിട്ട് അവനെ കെട്ടി പിടിച്ച് ആലിംഗനം ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ഇവൻ ചെയ്ത തെറ്റിനേക്കാൾ വലുതാണ് ആ പിതാവിന്റെ സ്നേഹം. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങൾക്കും ദൈവത്തിൽ വരുവാൻ നമുക്ക് എന്ത് യോഗ്യതയാണ് ഉണ്ടായിരുന്നത്? ഈ ഉന്നതനായിരിക്കും ദൈവം, ഈ വലിയവനായ ദൈവത്തെ നമുക്ക് ഇത്രമാത്രം അടുത്ത് ചെല്ലുവാൻ നമ്മൾ എന്ത് യോഗ്യം? നമ്മുടെ ഹൃദയത്തിന്റെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയുള്ളതായിരുന്നു? കരുണാസമനായിരിക്കും ദൈവം നമ്മോട് കാണിച്ച മഹാസ്നേഹത്തിന് വേണ്ടി അവനെ വീണ് നമസ്കരിക്കുവാനല്ലാതെ, ഭയത്തോടെ ഭക്തിയോടെ ആ സന്നിധിയിൽ നമുക്ക് വീഴുവാനല്ലാതെ നമുക്ക് എന്ത് യോഗ്യത നമുക്ക് പറയാനുള്ളത്? അതുകൊണ്ട് വരും ദിവസങ്ങളിൽ നമ്മെ തന്നെ ക്രമീകരിച്ചുകൊണ്ട് കൈഗ്രഹമായ ജീവൻ നയിപ്പാൻ വലിയ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ ശബ്ദം ശ്രദ്ധിച്ച എല്ലാവർക്കും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കും വിരമിക്കുന്നു. കർത്താവിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.